അപ്പൊ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഓണം സെലിബ്രേഷന് പോവാണ്. ഇന്നത്തത് കൂടെ നമ്മുടെ ഇന്ന് എന്തായാലും പറയാ ഇന്നത്തോടെ നമ്മുടെ ഓണം സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യാന്നല്ലേ നീ പറയാൻ? അതെ അതാണ് ഞാൻ പറയാൻ വന്നത്. ഇന്നത്തോടെ നമ്മുടെ ഓണം സെലിബ്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇന്നത്തോടെ അങ്ങോട്ട് തുടങ്ങുകയാണ് മൊത്തത്തിൽ. അപ്പോൾ ഓം ന്യൂസിലാൻഡിന്റെ ഓണം സെലിബ്രേഷൻ വെച്ചിട്ടാണ് തുടങ്ങണേ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വേഷം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വേഷം എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ട്. അപ്പൊ എന്തായാലും ആ ഗെറ്റ് റെഡി വിത്ത് മീ പോയി കണ്ടിട്ട് വരും. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മളിത് റെഡി ആവാൻ തുടങ്ങുകയാണ്. നമ്മുടെ ഓണം സെലിബ്രേഷൻ ഇന്ന് മുതൽ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ആഴ്ച മുതൽ അങ്ങോട്ട് ഫുള്ള് ഓണമാണ്. ഇനി അങ്ങോട്ട് ഓണം തിരുവോണം കഴിഞ്ഞു പിന്നെ അങ്ങോട്ട് ഓണം ഉണ്ട്. ആ വീക്കെൻഡ് ഓണമാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഓണമാണ്. അപ്പം ഇവിടുത്തെ ഒരു ഓം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസോസിയേഷൻ ഉണ്ട്. അവരുടെയാണ് ഓണം. ആക്ച്വലി ഇവിടുത്തെ മലയാളി അസോസിയേഷന്റെ ഓണം കഴിഞ്ഞു. നമ്മൾ അതിന് കൂടാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ട്രാവലിംഗ് ആയിരുന്നു. ഇത് വേറൊരു മലയാളി അസോസിയേഷൻ പോലെ തന്നെ വേറൊരു അസോസിയേഷന്റെ. അപ്പം എന്തെങ്കിലും റെഡി ആയി തുടങ്ങാൻ കാരണം സമയമില്ല. ഇപ്പൊ തന്നെ സമയം 8 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് ഓക്കെ. അപ്പൊ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ ആദ്യം മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനായിട്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് മുഖം സ്റ്റാർട്ട് ചെയ്യാന്ന് ഓർത്തു. എന്നിട്ട് മുടി എന്താ ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. ബണ്ണി ചെയ്യാന്ന് ഞാൻ ഓർക്കുന്നത്. കാരണം അയച്ചിടാൻ മാത്രം ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാം, എന്തായാലും നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ സ്കിൻ പ്രപ്പ് വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, നമ്മുടെ ഭയങ്കര ഗ്ലെയർ അടിക്കുന്നു. ഞാൻ പറഞ്ഞത് ന്യൂട്രിജീനയുടെ ഹൈഡ്രാ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു മോയ്സ്ചറൈസറാണ്. സോ ഞാൻ ഇന്നിപ്പോൾ കുറച്ചധികം നേരമൊക്കെ നമുക്ക് രാവിലെ പോയിട്ട് വൈകിട്ട് വരെ നിൽക്കേണ്ടത് കൊണ്ട് കുറച്ചധികം മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാൻ ഓർത്ത് അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. നല്ല മഴയാണ് ഇവിടെ. ഇന്നും നാളെയൊക്കെ അപ്പോൾ വലിയ സുഖമില്ല നമുക്ക് ക്ലൈമറ്റ്. നമ്മള് മോയ്സ്ചറൈസർ ഇട്ടു. നമുക്ക് സമയമില്ല. നമുക്ക് ഒരു 9:30 ഒക്കെ ആകുമ്പോഴേക്കും ഇറങ്ങണം. അപ്പോൾ എനിക്കറിയില്ല. അപ്പം അങ്ങനെ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്തു. ഇനി ഒന്ന് സൺസ്ക്രീൻ ഇടണം. ഞാൻ ഇന്നിപ്പോൾ സൺസ്ക്രീനും മോയ്സ്ചറൈസറും മാത്രം മതി എന്ന് വിചാരിച്ചു. ബേസ് കാരണം ഭയങ്കര ഇതായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓടി നടക്കേണ്ടതാണ്. മൊത്തത്തിൽ ഒരു ഹെവി ഫീലായിപ്പോൾ. പിന്നെ ഇറക്കാൻ ചാൻസ് കുറവാണ്, എന്നാലും വേർത്താലോ. സൺസ്ക്രീൻ നമ്മുടെ ഷീഷിഡോടെ കഴിഞ്ഞ തവണ ഇട്ടില്ല ഞാൻ. അതേ സെയിം സൺസ്ക്രീൻ തന്നെയാണ്. എനിക്ക് തിരക്കായതുകൊണ്ട് ഞാൻ കാണിക്കാനൊക്കെ മറന്നു പോകുന്നു. ഞാൻ പകുതി ഉറക്കത്തിലാണ്. എനിക്ക് ഉറക്കം ഒരു മര്യാദയ്ക്ക് ആയിട്ടില്ല. ഒരു വല്ലാത്തൊരു ഉറക്കച്ചടവ്. ഞാൻ അത്രേ ബേസ് ചെയ്യുന്നുള്ളൂ. ഒരു മോയ്സ്ചറൈസർ ഇട്ട്, ഒരു സൺസ്ക്രീൻ ഇട്ട്, ടോണറും ബാക്കിയൊന്നും ഇടുന്നില്ല. എന്തായാലും ഇതൊന്ന് സെറ്റ് ആവട്ടെ കുറച്ച് നേരം. എന്നിട്ട് നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. അപ്പോൾ NYXന്റെ പ്രൈമർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ബേസ് അത്യാവശ്യം നന്നായി നിൽക്കേണ്ടത് കൊണ്ട് ഞാൻ കുറച്ചധികം പ്രൈമറുണ്ട്. കാരണം രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മളവിടെ ഉണ്ടാവും. അത്യാവശ്യം നല്ലൊരു ഫിനിഷ് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ചധികം ഇടാം. അധികം ആവശ്യത്തിനില്ല. ആ കിലുകില സൗണ്ട് വല്ലതും കേൾക്കുന്നുണ്ടെങ്കിൽ സോറി. അപ്പുറത്ത് ഇതിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കണം.
പ്രൈമർ ഇട്ടു. ഇതാണ് നമ്മുടെ പ്രൈമർ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കളർ കറക്റ്റർ ഇടാം. അപ്പോൾ നമ്മുടെ കളർ കറക്റ്റർ ഇതാണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡിസ്ക്രിപ്ഷനിലോട്ട് പോകുന്നില്ല. വെളുത്തിരിക്കണോ പാണ്ട് ഉണ്ട്. ശരിയാവും ഈ സാധനങ്ങളൊക്കെ ഇട്ടങ്ങ്. എനിക്ക് ഇതിൽ നോക്കുമ്പോൾ കുറച്ച് കളർ കൂടുതലും മിററിൽ നോക്കുമ്പോൾ അത്രയും കളർ തോന്നുന്നില്ല. പക്ഷെ സെറ്റായി വരണല്ലോ. ഇനി കുറച്ച് നമ്മുടെ കൺസീലർ ഇടാം, കാരണം ഒന്ന് കൺസീൽ ചെയ്യാം ആവശ്യമില്ലാത്തൊക്കെ. അപ്പോൾ ഞാൻ ഈ 3 കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം മെയ്ബ്ലൈൻ്റെ തന്നെയാണ്. ഓരോ ഷെയ്ഡാണ്. ഏതൊക്കെ ഷെയ്ഡാണ്? ഒരെണ്ണം 10 മെയ്ബ്ലൈൻ, പിന്നെ ഒരെണ്ണം 40, ഒരെണ്ണം 25, അങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെയാണ്. അപ്പോൾ ഇത് 3 കൂടി മിക്സ് ആൻഡ് മാച്ച്. കാരണം എനിക്കിപ്പോൾ എൻ്റെ ബ്രെയിൻ വർക്കാവുന്നില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ സെറ്റാക്കുക. നമ്മൾ വീഡിയോ എടുത്ത് റെഡി ആകുമ്പോൾ നോർമൽ റെഡി ആവണേക്കാളും കുറച്ചധികം സമയം എടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി എനിക്ക് ബ്രെയിൻ വർക്കാവുന്നില്ല. ഒന്നാമത്തെ രാവിലെ ഉറക്കം ശരിയായില്ല, പിന്നെ അവിടെ നിന്നൊരു മഴ ദിവസമാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു മൂവിയാണ്. എന്നെ കണ്ട പൂതം കളിക്കാൻ പോകുന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ പൂതം കളിക്കാൻ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ അവിടെയൊക്കെ ഈ പൂരം ടൈമിലൊക്കെ ഒരു പൂതം കളിയുണ്ട്, അതുപോലെ ഇരിക്കുന്നുണ്ട്. അതായത് ഞാൻ ഇതൊന്ന് ബ്ലെൻഡ് ആക്കട്ടെ. നമ്മുടെ കൺസീലർ ഇട്ടിട്ട് കുറച്ച് ഫൗണ്ടേഷൻ, ഞാൻ അധികം ഫൗണ്ടേഷൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇത് സൂപ്പർ സീ എന്ന് പറയുന്ന മെയ്ബ്ലൈൻ്റെ ഫൗണ്ടേഷനാണ്. കുറച്ച് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിൽ കാണുമ്പോൾ ഭയങ്കര ഒരുമാതിരി കളർ പോലെ തോന്നുന്നു, പക്ഷെ അത്രയും കളറില്ലാട്ടോ ഗൈസ്. എനിക്കൊന്ന് ലൈറ്റൊക്കെ കൂടി അടിച്ചിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ കുറച്ചുകൂടെ കളറൊന്നും കുറഞ്ഞിട്ട്. ആണല്ല ഐബ്രോ ചെയ്തു, സോറി ചവിട്ടി മറയ്ക്കുന്നുണ്ട് ഞാൻ. ഐബ്രോ ചെയ്തു. ഇനിയിപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് എനിക്കൊന്ന് ഐബ്രോയുടെ അടിയിലൊക്കെ ഒന്ന് കൺസീൽ ചെയ്ത്, ഞാനിപ്പോൾ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കൺസീൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കിയിട്ട് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ടൈമിൽ എനിക്ക് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മിററിലൊന്ന് നോക്കി ചെയ്യാം. പിന്നെ കുറച്ച് നേരം റെഡിയായി കുറച്ച് നേരം ഞാൻ മിററിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഐബ്രോസ് കഴിഞ്ഞു. ഇനി ബാക്കി കണ്ണ് ചെയ്യണം. അപ്പം ആദ്യം അതിന് മുകളിൽ ഞാനൊന്ന് ഐ ഷാഡോ യൂസ് ചെയ്യാൻ നോക്കി. അപ്പം ഞാൻ ഈ ന്യൂഡ് പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഡ്രസ്സ് ഒരു ബ്ലാക്ക് ആണ്, അപ്പോൾ അതിനനുസരിച്ച് പറ്റുന്ന ഒരു ബേസ് ഷെയ്ഡ്. പിന്നെ ഞാൻ കാജൽ വെച്ചിട്ട് ഐലൈനർ യൂസ് ചെയ്യുന്നതിന് മുന്നേ കാജൽ വെച്ച് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാൻ നോക്കി. എന്നിട്ട് കുറച്ച് ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് ഒന്നുകൂടെ, ഇതന്നെയായിരിക്കും നല്ലത്, മറ്റത് എനിക്ക് മനസ്സിലാവില്ല. എന്നിട്ട് ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് അപ്പോൾ നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുക്കും കാജൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ റെനയുടെ ഹാർഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടൊരു കാജലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് ഒന്നുകൂടെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ കണ്ണ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ചെറിയൊരു വിട്ടറി എഫേർട്ട് കൊടുക്കാൻ ഈ ഒരു ഷിമ്മറി ഇത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബ്രഷൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഫുൾ കൈ വെച്ചിട്ടില്ല. ഞാൻ എൻ്റെ പതുക്കെ വിളിച്ച് അപ്പുറത്ത് ജിതിനുണ്ട്. അപ്പോൾ ജിതിനെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പതുക്കെ പറയുന്നത്. പക്ഷെ എനിക്കറിയില്ല ഞാൻ എന്താ പതുക്കെ പറയുന്നത്.
ഇനി ഒന്ന് ഒരു ഐലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ മാത്രം അടിയിൽ കൂടെ ഒന്ന് എഴുതി കൊടുക്കും. കാരണം അല്ലെങ്കിൽ അതിന് നല്ലൊരു ഫിനിഷിങ് വരട്ടെ. അപ്പോൾ നമ്മൾ ഐലൈനർ ഇട്ടിട്ടുണ്ട്. ചെറിയൊരു എനിക്ക് വാലിടുന്നത് ഇഷ്ടപ്പെടുന്നത് അപ്പം അങ്ങനെ ഇട്ടിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ നല്ല തലവേദന എടുക്കുന്നുണ്ട്. അതാണ് പിന്നെ ഇനി ഫുൾ റെഡിയായി കറക്റ്റ് ടൈമിൽ തീരുമോ അതാ എന്താണെന്നറിയില്ല. മൊത്തത്തിൽ ഒരു എന്തോ ഒരു ഇതിലാണ്. പിന്നെ ഇപ്പം കണ്ണായി. ഇനി ജസ്റ്റ് മസ്കാര ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്ഥിരം ഇൻസൈറ്റിൻ്റെ മസ്കാര. ഓക്കെ, നമുക്ക് നമ്മുടെ ബ്ലഷ് ഇട്ട് കൊടുക്കുക. NYXൻ്റെ ബ്ലഷാണ് ഞാൻ ഇടുന്നത്. അപ്പം അതിൻ്റെ ഈ ഒരു ഷെയ്ഡ്. ഇതൊരു പീച്ചി ഷെയ്ഡാണ്. അപ്പം ഞാനൊരു റെഡ് ബ്ലഡ് പോലത്തെ ഈ ജെല്ലി ബ്ലഷും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ താഴെ കൂടി കണ്ണെഴുതി കൊടുക്കാം. എന്താണ് സാരി ഒക്കെ എടുക്കുന്നത് താഴെ എന്തായാലും ഞാൻ ബ്ലഷ് ഇട്ടു. ഈ ഹൈലൈറ്റർ ഇടണം, മേക്കപ്പ് ഫിക്സഡ് ഇടണം. അതൊക്കെ ഞാൻ ജസ്റ്റ് റെഡി ആയി കഴിഞ്ഞിട്ട് സാരി ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യും. ഓക്കെ, എൻ്റെയോ അറിയില്ല. അത് താഴ്ത്തുന്ന അപ്പൊ ഇതാണ് നമ്മളുടെ മേക്കപ്പ്. ഞാൻ ജിതിന് ബ്ലാക്ക് പോലെ ഞാൻ കണ്ണാടി എടുത്തില്ല. വെയിലടിച്ച ചാവും. മറ്റേ സോണിയുടെ എന്താ ഹെഡ്സെറ്റ് വെച്ച് വെച്ചത് അപ്പൊ നമ്മളത് ഓം ന്യൂസിലാൻഡിന്റെ ഓണം സെലിബ്രേഷന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എനിക്ക് ഫുള്ള് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ ഈ കമ്മലാണ് ഇട്ട്. ഇത്രേ ഉള്ളൂ. മാലയൊന്നും ഇട്ടില്ല. പിന്നെ ഒരു വളയിട്ടു. ഈ വള. അപ്പൊ എന്തായാലും നിങ്ങൾ എന്താ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് അവിടെ എന്താ പരിപാടി നടക്കണേന്നൊക്കെ കാണാം. അപ്പോൾ ഇത് ഹർഷ നമ്മുടെ അവിടേക്ക് റെഡി ആവാൻ വന്നതായിരുന്നു. ഹർഷ റെഡിയായി. ഇനി ഹർഷനെ ഞങ്ങൾ കണ്ണേൻ്റെ കാറിലേക്ക് ഇറക്കി വിടാൻ പോവുകയാണ്. ഓ ഗോഡ്. അപ്പൊ ഇത് കണ്ണേൻ്റെ അവിടെ എത്തി. ഇനി ഇത് കണ്ണേൻ്റെ അവിടേക്ക് അങ്ങോട്ട് കൊടുക്കട്ടെ തിരിച്ചു കൊച്ചിന്. അവിടെ വെച്ച കാണേ. ബൈ. എങ്ങനെയുണ്ട് കാണാൻ? ജിത്തു തന്നെ എന്റെ മേക്കപ്പ് എങ്ങനെയുണ്ട്? സൂപ്പർ. രാവിലെ നല്ല മഴയുടെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു സണ്ണി ഡേ ആയിട്ടാണ് തോന്നുന്നത്. അമ്മേ ജിതിൻ എന്നെ എല്ലാ കുഴിയിലും കൊണ്ട് വീഴ്ത്തുന്നുണ്ട്. ജിതിൻ എങ്ങനെയുണ്ട്? ബ്ലാക്ക് കുർത്തിയൊക്കെ ഇട്ടിട്ട് സൂപ്പർ അല്ലേ? സൂപ്പർ അല്ലേ ജിത്തു? ഏ എന്താ മുണ്ടിട്ടുള്ള
അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനൊരു ബ്ലാക്ക് വരുന്ന ഒരു സെറ്റ് സാരിയാണ്, ഒരു കോട്ടൺ സാരിയാണ് എടുക്കുന്നത്. എന്തോ ഒരു ബ്ലാക്കുമ്പോൾ പിടിക്കാൻ തോന്നി. കുറച്ച് കാലമായിട്ടൊരു ബ്ലാക്ക് ഇടണം എന്നൊരാഗ്രഹം. അങ്ങനെ നാട്ടിൽ നിന്ന് വരുത്തിച്ച ഒരു സാരിയാണിത്. എന്നോട് പറ ഐ ലവ് യു. ഞാനിപ്പോ പോയി പറയും, കമ്പനി പൂട്ടും, MD തൂങ്ങും, ദാദയുടെ പണി പോകും. ഓക്കെ പറയാ, പിന്നെ പറയാൻ എത്ര പ്രയാസം ഉണ്ടോന്ന്. ഐ ലവ് യു. ഹൈലി റെക്കമെൻഡ്. ഒരു ബ്ലോഗറിന്റെ വിഷമങ്ങൾ ഫുഡ് കഴിക്കാൻ പോലും സമാധാനമില്ല. കൊള്ളാല്ലേ? നമ്മുടെ അവിടെ ഇല്ലാത്തത് നമ്മുടെ സദ്യയിലൊന്നും അങ്ങനെ ഉണ്ടാവാറ്. ബീറ്റ്റൂട്ട് പച്ചടിയൊക്കെ ഞങ്ങളുടെ സദ്യയിലൊക്കെ കുറവാണ്. ആണോ? ഞങ്ങളുടെ അവിടെ ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ ബീറ്റ്റൂട്ട് പച്ചടി കുറവാണ്. ഞങ്ങളുടെ ഇതിൽ ഞാൻ എല്ലാം കഴിച്ചു. ഇങ്ങനെയല്ല ഇങ്ങനെയൊക്കെ കഴിച്ചു.
അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നമ്മളിത് തിരിച്ചിറങ്ങി കഴിഞ്ഞു. ഓണപ്പരിപാടി ഇന്നത്തെ. ഇനി അടുത്ത ഓണപ്പരിപാടികൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.